വലിയ മുട്ടയല്ലേ? പച്ച കളറാണ് ഈ ഒരു മുട്ടയുടെ പ്രത്യേകത. ഉണ്ടായിരുന്നുള്ളൂ, വെറും 3 ഉണ്ടായിരുന്നു. നമ്മള് കൊടുത്ത് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഇവര് സ്വയമായിട്ട് ഇതിനകത്ത് ഹോള് കുഴിച്ച് പ്രസവിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നതാണ്. ഇവിടെ തന്നെ വിരിയിക്കാനുള്ള സംവിധാനം ഉണ്ട്. ഇവിടെ വിരിയിക്കുന്നുണ്ട് നമ്മള്. എല്ലാവർക്കും നമസ്കാരം. അതിമനോഹരമായ ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ചിൽഡ്രൻസ് പാർക്കിലാണ് നമ്മളുള്ളത്. പാർക്കുകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ജീവജാലങ്ങളെ ഇത്രയധികം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു പാർക്ക് ആലപ്പുഴ ജില്ലയിൽ തിരുവല്ലയിൽ കുന്നത്താനത്താണ് ഈ പാർക്ക് പ്രവർത്തിക്കുന്നത്. ധാരാളം ജീവജാലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ ഒരു പാർക്കാണ്. അപ്പോൾ ഈ പാർക്കിലെ കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രവേശന കവാടം. പ്രവേശന കവാടം കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് പോകും. നല്ല മനോഹരമായുള്ള പാതകളൊക്കെ ഇവിടെ തീർത്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം നേരെ കാണുന്നത് ഓഫീസാണ്. സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. നമസ്കാരം. നമ്മൾ ഈ പാർക്കിനെ ഒന്ന് പരിചയപ്പെടാനായിട്ട് വന്നതാണ്. ഓക്കെ, നമുക്ക് വിശദമായിട്ട് സാർ ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഓക്കെ. എൻ്റെ പേര് സാബു എന്നാണ്. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ സൂപ്പർവൈസിങ് നടത്തിക്കൊണ്ട് ഒരു 2 എത്ര വർഷമായി സാർ ഈ ഒരു പാർക്ക് തുടങ്ങി? ഇവിടെ പാർക്ക് എന്ന് പറയുന്നത് നമ്മളെ ഇത് ഒരു ഫാമാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഒരു ഫാമിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഒരു 2 വർഷമേ ആയിട്ടുള്ള ഇത് ഒന്ന് വിപുലീകരിച്ച് ശരിക്ക് ഇവനെ ഇത്രയും ഒരു ലാർജ് ഇതാക്കിയത്. എനിക്ക് തുടക്കം നാടൻ പശുക്കളുടെ ഒരു ശേഖരം. അതെ, നാടൻ പശുക്കളും ഇവിടെ നമ്മുടെ കുതിര സവാരി ഉണ്ടായിരുന്നു, കുതിര പഠിപ്പിക്കലുണ്ടായിരുന്നു. അത് ശരി. അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഒന്ന് വികസിപ്പിച്ചെടുത്തത്. കുറേ പശുക്കളുണ്ട് നമ്മുടെ ഈ പല സംസ്ഥാനത്തിൻ്റെ പശുക്കളാണ്. ഇത് ഫസ്റ്റിലെ നിൽക്കുന്നത് നമ്മുടെ വെച്ചൂർ പശുവാണ്. വെച്ചൂർ അത് അത്ര വലുതാകത്തുള്ളൂ. പിന്നെ സെക്കൻഡ് നിൽക്കുന്നത് നമ്മുടെ ആന്ധ്രയുടെ പൂങ്കന്നൂർ ഇനത്തിൽപ്പെട്ട പശു. ഓക്കെ. അപ്പോൾ തേർഡ് നിൽക്കുന്നത് നമ്മുടെ ഗീർ വനങ്ങളിൽ കാണപ്പെടുന്ന ഗുജറാത്തിൻ്റെ ഗീർ പശുവാണ്. ഓക്കെ. അതിന് ഇപ്പോൾ 1 വയസ്സേ ആയിട്ടുള്ളൂ. മറ്റൊന്ന് പറയുന്നത് രാജസ്ഥാൻ സഹിവാൾ അല്ലേ? അതെ, സഹിവാളാണ്. അവന് 2.5 വർഷം പ്രായമുണ്ട്. അപ്പോൾ തുടക്കം പശുക്കളുടെ ഒരു സെക്ഷൻ അല്ലേ? പിന്നെ ആ കിടക്കുന്ന വെള്ള അത് ആന്ധ്രയുടെ കൃഷ്ണ പശു. കൃഷ്ണയും ഈ പൂങ്കന്നൂരും അമ്മയും മകളുമാണ്. അതും അത്ര വലുതാകത്തുള്ളൂ. അതാണ് ഈ ഒരു സെക്ഷൻ പശുക്കളാണല്ലേ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുതിരകളാണ് അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പഞ്ചാബിൻ്റെ കുതിരയുണ്ട്. പഞ്ചാബിന്റെ കുതിര. ഈ വെള്ള എന്ന് പറയുന്നത് പഞ്ചാബിന്റെ കുതിരയാണ്. ഭയങ്കര സൈസാണ് ഈ കുതിര. സൈസാണ്. നമ്മുടെ ഇവിടെ വന്ന് ഈ കുതിര കേരളത്തിലെ നമ്പർ 1 കുതിരയാണ്. ഭയങ്കര ഹെവി സൈസ് അല്ലേ? ഹെവി, കാണാൻ ഭയങ്കര രസമുള്ള ഒരു കുതിര. അതെ. പ്യൂർ വൈറ്റ് ഹെവി സൈസ് അല്ലേ? ഹെവി സൈസാണ്. ഏകദേശം എന്ത് റേഞ്ചൊക്കെ വരുന്ന ഒരു കുതിരയായിരുന്നു? ഒരു കുതിര ഈ വെള്ളക്കുതിര ഒരു 4.5-5 ലക്ഷം രൂപ അടുപ്പിച്ച് വരുന്ന കുതിര വില വരുന്നുണ്ട്. അപ്പുറത്തേക്കുന്നതോ? മറ്റത് ഗുജറാത്തിന്റെ ആണ്. അത് നമുക്കൊരു 2.5-3 ലക്ഷം രൂപയൊക്കെ ആവും അല്ലേ? അങ്ങനെ 2 കുതിരയാണ് ഇവിടെ മെയിൻ നിർത്തിയത്. ഇനി അപ്പുറത്തോട്ട് വേറെ കുതിരകളുണ്ടല്ലേ? ഉണ്ട്. നമുക്ക് വേറെ കുതിരകൾ അപ്പുറം നിൽപ്പുണ്ട്. പിന്നെ യമു ആണ് അല്ലേ ഏട്ടാ? പിന്നെ യമു ആണ് ഇപ്പം കണ്ടത് നമ്മൾ. അത് ഓഫീസിനോട് ചേർന്ന് തന്നെ ഇട്ടേക്കുന്നത്. അതെ. അത് നമ്മുടെ നോട്ടപ്പള്ളിയായിട്ട് കിടക്കുകയാണ്. ഇതാണ് നമ്മളിപ്പോൾ കണ്ട യമുവിൻ്റെ മുട്ട. ഒറിജിനൽ മുട്ടയാണ്. അതെ. പലരും ചോദിക്കും ഇത് കളർ അടിച്ചു വെച്ചിരിക്കുകയാണ്. പച്ച കളർ. അത് ശരി. പച്ച കളറാണ്. നല്ല പച്ച കളറാണ് ഈ ഒരു മുട്ടയുടെ പ്രത്യേകത. ഏകദേശം എനിക്ക് 1/2 കിലോ വരുമെന്ന് തോന്നുന്നു. 1/2 കിലോ ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് മുട്ട ഇട്ടിട്ടുണ്ടോ? ഒരു 3 ദിവസം കഴിയുമ്പം ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്നാം പൊക്കം എത്ര എണ്ണം വരെ കിട്ടുന്നു? ഒരു 8 എണ്ണം വരെ ഒരു മാസത്തിൽ. ഒരു മാസത്തിൽ 8 എണ്ണം വരെ വിരിയിച്ചിട്ടുണ്ടോ? അവിടെ വിരിയിച്ചിട്ടില്ല. ഇത് നമുക്ക് പൂവനില്ലാത്ത മുട്ടയാണ്. പൂവനില്ലാത്ത മുട്ട. അപ്പോൾ നമുക്ക് കഴിക്കാം. നമ്മൾ സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ മറ്റേ അതും പെണ്ണാണോ? അതും വേണം. 2 രണ്ടും വേണം അല്ലേ? 2 മുട്ട ഇടുന്നുണ്ട്. അത് ഒരെണ്ണം ഇടുന്നില്ല. ഇപ്പം കണ്ടതിൻ്റെ മുട്ടയാണിത്. ഇത് നമ്മുടെ പറക്കുന്ന അണ്ണാനാണിത്. ഇവൻ രാവിലെ എല്ലാം കിടന്ന് ഉറക്കമായിരിക്കും. നല്ല ഉറക്കമാണ്. 2 എണ്ണം ഉണ്ടല്ലേ? 3 എണ്ണം ഉണ്ട്. 3 എണ്ണം ഉണ്ട്. അമ്മിയിരിക്കും, ഒന്നിച്ചിരിക്കുക. ഇതേ ഒരു വെള്ളയുണ്ട്. വെള്ളയുണ്ട് ഇല്ലേ? 2 കളറാണ്. 2 കളറാണ്. 2 കളറാണ്. പറക്കുന്ന അണ്ണാനാണ്. അവർ പകലെല്ലാം ഉറക്കം കഴിഞ്ഞ് രാത്രിയിലാണ് അവരുടെ സഞ്ചാരം. രാത്രി നല്ല ആക്റ്റീവ് ആയിരിക്കും. അതെ.
പിന്നെ നമുക്കുള്ളത് ഇഗ്വാനയാണ് ഇല്ലേ? പിന്നെ നമുക്ക് ഇഗ്വാനയാണ്. ഒരു ഫ്രണ്ട്ലിയാണ്, കുഴപ്പമൊന്നുമില്ല. പൂവർ വെജിറ്റേറിയൻ ആണ്. കണ്ടാൽ നമുക്ക് ഭയങ്കര പേടി തോന്നും അല്ലേ? അതെ, കണ്ടാൽ നമുക്കൊരു പേടിയും ഇതൊക്കെ തോന്നും. ഭയങ്കര സൈസായില്ലേ? നല്ല സൈസാണത്. അത് ഫീമെയിലാണ്. ഓ, ഇത് ഫീമെയിലാ? അത് ഫീമെയിലാണ്. കണ്ടാൽ നല്ല പേടി തോന്നും നമുക്ക്. പക്ഷെ സാധുക്കളാ അല്ലേ? ഞാൻ എടുക്കാം. 2 ഉണ്ട് ഇല്ലേ? ഒന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. എടുത്ത് എടുക്കാം. വാ, അവിടെ 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 അവിടെ. ഭയങ്കര രസം അതിനെ കാണാൻ. കണ്ടാൽ നമുക്ക് പേടി തോന്നും ഈ സാധനം അല്ലേ? അതെ, ഭയങ്കര നീളമാണ്. ഭയങ്കര നീളമാണ്. നോക്കി, ഇഗ്വാന പച്ച കളറ്. 2 കളറുണ്ട് ഇല്ലേ? 2 കളറുണ്ട്. ഇത് മെയിലാണോ ഫീമെയിലാണോ? ഇത് ഫീമെയിലാണ്. മറ്റത് മെയിലും. ഓ, ഇത് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടോ ഏട്ടാ ഇവിടെ? ഇല്ല, ഇതുവരെ മുട്ടയൊന്നും ഇട്ടിട്ടില്ല. ഓ, ഭയങ്കര നീളമുള്ളതല്ലേ? ഏകദേശം എന്താ പ്രായമുണ്ട് ഇതിന്? ഇതിന് 3 വയസ്സ്. 3 വയസ്സുണ്ട് ഇല്ലേ? 3 വയസ്സ് കഴിഞ്ഞു. ഓ, നമ്മളെ അള്ളത്തോ കടിക്കത്തൊന്നുമില്ല? ഇല്ല. കുട്ടികളൊക്കെ ഇല്ലേ? കുട്ടികളൊക്കെ എടുത്ത് കൈ വെക്കും. ചിലവര് തൊട്ടച്ചും പോവും. ഇത് നമ്മുടെ മെയിലാണ്. ഓ, ഇതാ മെയിൽ? ഇതാണ് മെയില്. അത് സെയിം സാധനം തന്നെ, കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇത് എവിടെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഇരുന്നോളും. പിടിച്ചങ്ങിരിക്കില്ലേ? ഇല്ല. ഇവന്റെ വാല് നല്ല നീളം വെക്കുന്ന ടൈപ്പ് സാധനമാണ്. നല്ല നീളം വരും. നല്ല നീളം വെക്കും. ഇതിപ്പോ ചെറുതാണ്. ജപ്പാൻ മിനിയേച്ചർ പിഞ്ചർ എന്ന് പറയുന്ന വളരെ ചെറിയ ഡോഗ്. വളരെ ചെറുത്, ഇത്ര ആകത്തുള്ളൂ. കോക്കാറ്റ് ഡോഗ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെ. ഇതിനിപ്പം 3 വയസ്സുണ്ട്. 3 വയസ്സുണ്ട്? അതെ. 3 വയസ്സുകാരാണ്. ഓക്കെ. ഓക്കെ. ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ഫൈറ്റർ ഷീപ്പ് എന്നറിയപ്പെടുന്ന സാധനം. അതിന്റെ മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട് അല്ലേ? അതെ, ഇതിന്റെ ഫീമെയിലാണ് ഇപ്പറ കിടക്കുന്നത്, തൊട്ടിപ്പറ കിടക്കുന്ന വെള്ള. അതിന്റെ ഒരു കുട്ടിയും ഉണ്ട് അതിന്റെ കൂടെ. ഉണ്ടല്ലേ? ഉണ്ട്. ഇവിടെ വന്ന് ബ്രീഡായി ഇറങ്ങിയാണോ? അതെ. ഇത് ഇവിടെ കുഞ്ഞിലെ കൊണ്ടുവന്നതാണ്. അത് ഇത്രയും വലുതായി. ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് എന്ന് പറയുന്നത്. ഇതൊരു മരത്തേലാണ് സെറ്റ് ചെയ്തത്? ഒരു മരത്തേലാണ്, മഹാഗണി എന്ന് പറയുന്ന മരത്തേലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എല്ലാവർക്കും കയറി ഫോട്ടോ എടുക്കുകയോ വിശ്രമിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു. അപ്പോൾ തുടക്കം നമ്മുടെ ഈ ഒരു പാർക്കിന്റെ തുടക്കം നാടൻ പശുക്കളും കുതിരകളും അല്ലേ? ഈ ആടുകൾ, ഷീപ്പ് എന്നതിപ്പെടുന്ന ആടുകളെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അതെ. പിന്നെ ട്രീ ഹൗസ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സെഷൻ ആരംഭിക്കും. നമ്മൾ എനിക്കൊന്ന് ഓരോ സെഷനിലേക്കും പോകാൻ ഇതുകൂട്ട് പാത ഒരുക്കിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള പാതയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് റാബിറ്റിന്റെ ഒരു സെഷൻ അല്ലേ? അതെ, ഇത് റാബിറ്റാണ്. ഇത് ഇവർ സ്വയമായിട്ട് ഇതിനകത്ത് ഹോള് കുഴിച്ച് പ്രസവിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നതാണ്. വേറെ കൃത്രിമമൊന്നുമില്ല. അവരെ പ്രകൃതിയായിട്ട് ഇഴുകി ചേർന്ന് തന്നെ അല്ലയോ? അതെ. അങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇവിടെ നല്ല പൊത്തുകളുണ്ട്. ഇതിലെല്ലാം കുഞ്ഞുങ്ങളുണ്ട്. അതിനകത്തല്ല, എല്ലാം അതാത് പൊത്തുകൾ ഉണ്ടാക്കിയിട്ട് കയറിയിരിക്കുകയാണ്. ഇഷ്ടം പോലെ മുയിലുകളുണ്ട്. പ്രകൃതിയായിട്ട് ഇഴുകി ചേരാൻ തന്നെ അല്ലേ? അതെ. അങ്ങനെ ഓപ്പണായിട്ട് വിട്ടിരിക്കുകയാണ്. മാളം കണ്ടോ? കുഴിക്കകത്തിലൊക്കെ കുഞ്ഞു മുയിലുകൾ ഇരിപ്പുണ്ട്. ഒത്തിരി മുയിലുകളുണ്ട് ഇതിനകത്തിലൊക്കെ. നമ്മളെ കാണുമ്പോൾ ഓടി അത് മാളത്തിലോട്ട് പോവാണ്. നോക്കി ഉണ്ടോ? പൊത്തിലേക്ക് കയറി അങ്ങ് പോവാണ്. തുടക്കത്തിൽ നമ്മൾ ഒത്തിരി എണ്ണത്തിനെ കണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല, എല്ലാം പൊത്തി കയറിപ്പോയി. അടുത്ത് കാണാനുള്ളത് നമ്മുടെ കഴുതയാണ്. ഡോങ്കിയാണ് ഈ നിൽക്കുന്ന ഡോങ്കിയാണത്. ഇത് മെയിലാണ് അല്ലേ? അത് മെയിലാണ്. മെയിൽ ഡോങ്കി. ഇത് നമ്മുടെ പോണി കുതിര തന്നെ, ചെറിയ ടൈപ്പ് കുതിര. അത് നമ്മുടെ ഹോഴ്സ് കാർട്ട് വലിക്കുന്ന കുതിരയാണ്. സ്വല്പം ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാക്കുന്നത്. അങ്ങനെ ആൾക്കാർ വന്നു കഴിഞ്ഞ് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ പ്രതിഷേധമാണത്. കാണാൻ വരുന്നവരൊക്കെ ഇപ്പുറത്തുള്ള കുതിരയാണ്. ഇത് കുതിര നമ്മുടെ പുതിയ ഒരു കുതിരയാണ്. ഇത് വണ്ടി വലിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇത് മറ്റേതിന്റെ അത്രയൊന്നും വലിപ്പമില്ല. ഇത് ഇത്രയേ ഉള്ളൂ, ഇത്രേ ആകത്തുള്ളൂ. ഈ ഒരു സെഷൻ കഴുതയും പോണിക്കുതിരയൊക്കെ അല്ലേ? അതെ. പിന്നെ അവിടെ നമുക്ക്
കാസർഗോഡ് കുള്ളൻ ടൈപ്പ് ഒരു പശുവും കാളയുണ്ട്. ഒരു വളരെ ഹൈറ്റ് കുറഞ്ഞു അല്ലേ? അതെ അതെ, അത്ര ഹൈറ്റ് വയ്ക്കത്തുള്ളത്. പെമ്പശു വളരെ ചെറുതല്ലേ? അതെ അതെ, അടച്ചു വരത്തൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് കോഴിയുടെ സെക്ഷനാണ് അല്ലേ? ആ, ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ സിൽക്കി കോഴിയെ കാണാം. ഇതാണ് അമേരിക്കൻ സിൽക്കി കോഴി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ കാലയിലുള്ള മുള്ള് ഒരു പ്രത്യേകത. കോഴിയുടെ കണക്കുള്ള തൂവലല്ല അതിന് രോമം പോലത്തെ ഒരു തൂവൽ പോലത്തെ ഒരു സാധനമാണ് അമേരിക്കൻ സിൽക്കി. അമേരിക്കൻ സിൽക്കി. ഇനിയിപ്പുറത്ത് ബ്രഹ്മ ഐറ്റംസ് ആണ്. ബ്രഹ്മ വെളുത്തത് എല്ലാം ബ്രഹ്മ കോഴിയാണ്, കൊളംബിയൻ ബ്രഹ്മ കോഴിയാണ്. കോഴികളുടെ ഒരു സെഷൻ. ഇവിടുന്ന് നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പോവാം അല്ലേ? ഇവിടെയും കോഴിയുടെ സെഷൻ ഉണ്ടോ അല്ലേ? അതെ, ഇത് എല്ലാം BV380 നാടൻ കോഴികൾ. ഓക്കെ. പിന്നെ നമുക്കിവിടെ വരുന്നത് ഹെഡ്ജോഗ് ആണ്. ഇത് മുള്ളംപന്നിയുടെ തന്നെ മറ്റൊരു ടൈപ്പ് സാധനമാണ്. മുള്ളംപന്നിയുടെ വേറൊരു സാധനം അല്ലേ? അവര് പമ്മി ഇരിക്കുവാണല്ലോ. പമ്മി ഇരിക്കുക. അവര് പകലല്ല എടുത്ത് കാണാൻ പറ്റുമോ ചേട്ടാ? എടുത്ത് ഞാനത് കാണിക്കാം. എടുത്ത് കാണിച്ചു. ഇത് മറ്റേ മുള്ളംപന്നിയുടെ കൂട്ട് കൊള്ളുന്ന മുള്ളൊന്നും അല്ലല്ലോ അല്ലേ? അല്ല അല്ല അല്ല. ഇതിന്റെ മേത്ത് മുള്ളാണ്. മുള്ള് നമ്മുടെ കൊള്ളുന്ന ടൈപ്പ് മുള്ള. അതെ അതെ, അതൊന്ന് വൈബ്രേറ്റ് ചെയ്താൽ നമ്മുടെ മേത്ത് കൊള്ളും. ഇത് നല്ലപോലെ പെറ്റാകുന്ന സാധനമാണ്. അതെ അതെ അതെ, പെറ്റായിട്ട് വളർത്താൻ പറ്റുന്ന വളർത്താണ്. ഇവര് പകലെല്ലാം ഉറക്കമായിരിക്കും, രാത്രിയിലാണ് ഇവരുടെ സഞ്ചാരങ്ങളും ഇരപിടുത്തവും ഒക്കെ. അത് ശരി. ഓക്കെ, വെച്ചോ. ഇനി അങ്ങോട്ട് പോയാലാ? ഇനി നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വിവിധതരം പക്ഷികൾ കാണാൻ പറ്റും. പക്ഷികളുടെ ഒരു സ്ഥലം. പക്ഷികളാണ്. ബാ ബാ ബാ, ഇനി വാ. ഇണക്കമുള്ള പക്ഷികളാണ് അല്ലേ? ഇത് വിളിച്ചാൽ വരും. അത് സൺകോനൂര് തത്തയാണ്, സൺകോനൂർ എന്ന് പറയും. അതെ, ഇത് വന്നിട്ട് ആടുകൾ വരും. ഇതാണ് കനേഡിയൻ ആടാണ് ഈ നിൽക്കുന്നത്. കനേഡിയൻ. ഇതും കനേഡിയൻ ആണ്. അത് അമ്മയും കുഞ്ഞും ഈയിടെ പ്രസവിച്ചതാണ്. മറ്റത് ചൈനീസ് സിംഗ് ആണ്. നല്ല ഭംഗിയല്ലേ? വളരെ ചെറിയ ടൈപ്പ് ആടുകൾ. എല്ലാം നല്ല ഇണക്കമുള്ള കുള്ളനാടുകൾ. ഇത്രേ വളരത്തുള്ളൂ അല്ലേ? ഇത്രേ വളരത്തുള്ളൂ. ഇത് ഇത്രേ പൊക്കം വയ്ക്കത്തുള്ളൂ. ബ്ലാക്കും അത്രയും പൊക്കം വയ്ക്കത്തുള്ളൂ. അതെ അതെ, ചെറിയ ടൈപ്പ്. മറ്റേ കൊമ്പുള്ളത്, അപ്പുറത്ത് കിടക്കുന്ന കൊമ്പുള്ളതോ? അത് ചൈനീസ് സിംഗ് ആടാണ്. ചൈനീസ് സിംഗ് അല്ലേ? അതെ, അത് വലിയ കൊമ്പ് വരില്ലേ? കൊമ്പ് രോമക്കെട്ട് കൂടുതലുണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ ഒരു സെഷൻ ആടുകളാണ്. കസ്റ്റമേഴ്സിന് നമുക്ക് ബാത്റൂം ഒരുക്കിയിട്ടുണ്ട്. ഇത് മധ്യത്തിലായിട്ടാ അല്ലേ? മധ്യത്തിലായിട്ട് എൻഡിലായിട്ട് വരും. വന്ന് വാഷ് ചെയ്യാനുള്ള റൂം, രണ്ട് ബാത്റൂമായിട്ടൊക്കെ എടുത്തേക്കല്ലേ? വാഷ് ബേസിനും അത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ. ഇത് ഇങ്ങനെ നടപ്പാത എല്ലാം എൻഡിലും എടുത്തിട്ടുണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ. ഇത് നമ്മുടെ മുയലും എലിയും കൂടെ ഒത്തിരി ഉണ്ട്. ഇവിടെ 3 എണ്ണം ഉള്ളായിരുന്നു. ഇതെല്ലാം ഇവിടെ പ്രസവിച്ചതാണ്. ഒരുപാട് പിഗുകൾ. ഇതിലാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാര് മരുന്ന് പരീക്ഷിക്കുന്നത് പറയപ്പെടുന്നത്. ഇവിടെ ഇപ്പൊ എത്രണ്ണത്തിനെ മേടിച്ചായിരുന്നു ചേട്ടാ? ഇവിടെ 3 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. വെറും 3 എണ്ണം ഉള്ളായിരുന്നു. 3 എണ്ണം ഉണ്ടായിരുന്നു. ഇത്ര ഇല്ലയോ? നമ്മള് കൊടുത്ത് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ഭംഗിയാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. നല്ല രസമുണ്ട്. ഈ മുയലിന്റെ വേറൊരു ടൈപ്പാ അല്ലേ? അതെ അതെ അതെ, മുയലും അല്ല, പന്നിയല്ല, എലിയല്ലാത്തൊരു ജീവിയാണ്. 3 കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സാധനം. അതെ അതെ, നല്ല പ്രത്യുൽപാദന ശേഷി ഉണ്ടെന്ന്. ഒരു പ്രസവത്തിൽ എത്ര കുട്ടികളൊക്കെ കിട്ടും? 2-3 അങ്ങേറ്റം. 2-3 കുട്ടികളൊക്കെ കിട്ടും അല്ലേ? 2 എണ്ണം പ്രതീക്ഷിക്കത്തുള്ളൂ. എത്ര നാൾ കൂടുമ്പോഴാ പ്രസവിക്കുന്നത്? ഇത് ഒരു 3 മാസം കൂടിയിരിക്കുമ്പം. 3 മാസം വീണ്ടും പ്രസവിച്ചുകൊണ്ടിരിക്കും. പ്രസവിക്കുമ്പോൾ തന്നെ ഇത് കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്ന ആണ്. പെറു എന്ന രാജ്യത്തിലെ ആണ്. ഇത് നല്ല രസമാണ് കാണാൻ. രസമുണ്ട്. പിന്നെ എല്ലാവരും വന്ന് തൊടുകയും
ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജീവിയാണ്. ഒരു ശല്യവും ഇല്ല. ഇഷ്ടം പോലെ ആയിട്ടുണ്ടല്ലേ? ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ടോ ഇവിടുന്ന് വിൽപ്പനയുണ്ട്. അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ടവർക്ക് കൊടുക്കും അല്ലേ? കൊടുക്കും. അങ്ങ് പെറ്റ് വരുമല്ലേ അല്ലേ? വരിക അങ്ങനെ. എന്ത് ആഹാരമൊക്കെ? ഇത് പച്ചിലകളും പിന്നെ നമ്മൾ ഫ്ലേക്സ് എന്ന് പറയുന്ന ഒരു ധാന്യം കൊടുക്കും. അതൊക്കെയാണ് ഇവരുടെ. അപ്പോൾ ഈ ഒരു സെഷൻ അതാണ് അല്ലേ? അതെ ഇവിടെ ഇതാണ്. ഓക്കെ കേട്ടോ. ഇവിടെ ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പാത ചെയ്തിട്ടുണ്ട് എല്ലാം അല്ലേ? എല്ലാം ഉണ്ട്. ഈ ഒരു പാർക്ക് മൊത്തം ചുറ്റി സഞ്ചരിക്കാൻ പാതയാണ്. പാത കെട്ടി നല്ല മിറ്റിലൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മോട്ടൽ ജപ്പാനീസ് ബാൻഡം എന്നറിയപ്പെടുന്ന കോഴികളാണ്. ഇതെല്ലാം ബാൻഡം കോവൻ കോഴി, പെടക്കോഴികളെല്ലാം മുട്ടയിടുന്നതാണ്. ചെറിയ കുഞ്ഞുങ്ങൾ ഇത് ഇത്രേ വരത്തുള്ളൂ. ജപ്പാനീസ് ബാൻഡം അല്ലേ? അതെ വളരെ ചെറിയ കോഴിയാണ്. വളരെ ചെറുതാണ്. ഇത്ര വലുതാകത്തുള്ളൂ. നല്ല രസമുണ്ട് കാണാൻ. ഇത് കുറെ വെറൈറ്റി ഉണ്ടെന്ന്. ഇവിടെ തന്നെ വിരിയിക്കാനുള്ള സംവിധാനം ഉണ്ട്. ഇവിടെ വിരിയിക്കുന്നുണ്ട് നമ്മൾ. അതിന്റെ കുഞ്ഞുങ്ങൾ വേറെ ഉണ്ട്. ഓ ശരി. വന്നു കഴിഞ്ഞാൽ കൊളംബിയൻ ബ്രഹ്മക്കോഴികളാണ്. ഇതൊക്കെ സ്വല്പം കൂടെ ഒക്കെ വലുതാകുന്നതാണ്. ഇതൊക്കെ ചെറിയ പരുവം അല്ലേ? ചെറിയ പരുവ, കുറച്ചുകൂടെ വലുതാണ്. സൈസ് വെക്കുന്നതാണ്. ഇച്ചിരൂടെ വലുപ്പം വെക്കും. ഇപ്പുറത്തെ കരിങ്കോഴിയാണ്. നമ്മുടെ വെള്ള ആണ് പോരിന് ഉപയോഗിക്കുന്നത്. ഇനിയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കരിങ്കോഴികളെ കാണാം. കരിങ്കോഴി എന്ന് പറഞ്ഞാൽ വളരെ വിലയുള്ള ഒരു സാധനമാണ്. ഒറിജിനൽ ടർക്കിയുടെ കുറേ ഉണ്ട് അല്ലേ? ഇതിന്റെ വൈറ്റും ഉണ്ട്, ബ്രൗണും ഉണ്ട് അല്ലേ? ബ്രൗണും ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഒരു ചെറിയ ഗിനി അതിനകത്ത് കാണാം. ഗിനി കോഴി കിടപ്പുണ്ട്. അവരിവരുമായിട്ടും ഒക്കെ അങ്ങ് മിലാപ്പായിട്ട് കിടക്കുക. ഇങ്ങനെ കോഴിയുടെ സെഷൻ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങോട്ട് വന്ന ഒരു ഇനി നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം അല്ലേ? കുട്ടികൾക്ക് ഓടിക്കാനുള്ള കാറും ബൈക്കും എല്ലാം കുട്ടികൾക്ക് ഓടിക്കാൻ. കുട്ടികൾക്ക് കൊച്ചു പിള്ളേർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം അല്ലേ? ഇവിടെ വലിയൊരു വിശാലമായ സ്ഥലം ഉണ്ട് ഇല്ലേ? അതെ ഇത് ഇവിടെ ഒരു പാർട്ടിയൊക്കെ നടത്തുന്ന ഒരു ഹാളാണിത്. ചെറിയ ബർത്ത്ഡേ പാർട്ടികൾ. ബർത്ത്ഡേ പാർട്ടികളൊക്കെ ഇവിടെ നടത്താറുണ്ട് അല്ലേ? കുട്ടികൾക്ക് ഇവിടെ ക്യാരംസ് കളിക്കാം, പന്തെറിഞ്ഞ് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ചാടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തൊരു ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ടെന്നോ അല്ലേ? അതെ, ഇവിടെ നമ്മൾ ഐസ്ക്രീം ഉണ്ട്. പിന്നെ ചെറിയ ചായ, കോഫി ഒക്കെ ഉള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. വരുന്നവർക്കൊക്കെ കഴിക്കാമല്ലോ. ഉണ്ട്. ചെറിയൊരു തട്ടുകട പോലെ അല്ലേ? ഐസ്ക്രീം പാർലർ. ഇപ്പുറത്ത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശില്പങ്ങളും ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇതിനകത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഒത്തിരി പേര് ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ബിഗോവ ഇനത്തിൽപ്പെട്ട താറാവുകളാണ്. ബിഗോവ 2 ഗൂസുണ്ട്. അത് അപ്പുറം അങ്ങ് നിൽക്കുന്ന ഗൂസാണ്. താറാവുകൾക്ക് അവർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. നേരത്തെ ഇതിനകത്ത് മാറ്റി. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫിഷ് എന്ന് പറയുന്നത് ഗൗരാമിയാണ് അങ്ങ് നിൽക്കുന്ന മഞ്ഞ. വലിയ ഗൗരാമി കിടക്കുന്നത്. അതെ. നടന്നു വന്നു കഴിഞ്ഞാൽ വീണ്ടും പാതയിൽ കയറി കുട്ടികളുടെ കളിസ്ഥലത്തേക്ക് എവിടെ പോണെങ്കിലും പാതയിൽ കൂടി പോകും അല്ലേ? അതെ എവിടെ എങ്ങനെ നമ്മൾ ഈ പാതയിൽ കൂടാണ് എല്ലാം കണ്ടുവരുന്നത്. ഇത് നമ്മുടെ ഹോഴ്സ് കാർട്ടാണ്. കുതിരവണ്ടി. ഇവിടെ വിശാലമായ ഒരു സ്ഥലമുണ്ട് അല്ലേ? ബദൽപ്പടിയിൽ നിന്ന് വരുവാണ്. ഇവിടെ ഒരു നല്ല സ്ഥലം, നല്ലൊരു ആംബിയൻസും പിള്ളേർക്ക് പറ്റിയൊരു സ്ഥലവുമാണ്. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? ഇവിടെ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് മൊത്തം കണ്ടിട്ട്? നല്ല രസം. മറ്റ് പാർക്കുകളെ അപേക്ഷിച്ച് എന്തൊക്കെ പ്രത്യേകതയാണ് ഇവിടെ? നല്ല ആനിമൽ ഫ്രണ്ട്ലി ആയിട്ടുമുണ്ട്.
പിള്ളേർക്ക് പെറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു സ്ഥലമാണ്. നല്ല സന്തോഷം ലഭിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പം രാവിലെ എത്തിയതാണല്ലേ? രാവിലെ എത്തിയത്. മൊത്തത്തിൽ വീട്ടിലെ എല്ലാവരോടും ഇങ്ങ് പോകുന്നില്ലേ? ആ, അപ്പോൾ ഇത് നമ്മുടെ ശ്രീ MG ദിലീപ് എന്ന് പറയുന്ന ഒരു സാറാണ് തുടങ്ങിയിരിക്കുന്നത്. തുടങ്ങിയിട്ട് 4 വർഷമായി. അപ്പോൾ അന്ന് ഇതൊരു ഫാമായിരുന്നു. പിന്നീടത് നമ്മൾ വികസിപ്പിച്ചെടുത്തെടുത്തെടുത്ത് ഈ ഒരു പരുവത്തിലാക്കിയത്. അപ്പം ഇവിടെ ഉള്ള ഈ മൃഗങ്ങളെയൊക്കെ നമ്മൾ വളരെ കെയറായിട്ടാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. അതിനെ ഉപദ്രവിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യില്ല. വളരെ നല്ല രീതിയിൽ കെയർ ചെയ്താണ്. നല്ല കെയറിംഗ് ഉണ്ട് അല്ലേ? നല്ല കെയറിംഗ് ആണ്. എനിക്കൊന്ന് അത് ജനിച്ച് അതിൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ എല്ലാം അതിവിടെ ഓടി നടക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് വിടും, ആൾക്കാരില്ലാത്തപ്പോൾ ഓപ്പണായിട്ട് വിടും. അങ്ങനെ അതിനെ എല്ലാ ദിവസവും ഇവിടെ എല്ലാ ദിവസവും പ്രവൃത്തി ദിവസമാണ്. നമുക്കിവിടെ ഒരാൾക്ക് 100 രൂപ വെച്ചാണ് നമ്മളിവിടെ ഈടാക്കുന്നത്. 100 രൂപയുള്ളൂ. 100 രൂപയുള്ളൂ ഈടാക്കുന്നത്. എത്ര സമയം മുതൽ? അങ്ങനെ സമയമില്ല, രാവിലെ വന്നാൽ വൈകിട്ട് പോയാൽ മതി. അവർക്ക് ഇവിടെ വന്ന് വിശ്രമിക്കാനുള്ള, ഇപ്പം തന്നെ ഈ ട്രീ ഹൗസിൽ നമുക്ക് വിശ്രമിക്കാം. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രീ ഹൗസിന്റെ മേളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ട്രീ ഹൗസിന് മേളിൽ നിന്നാണ് നമ്മളിപ്പം സംസാരിക്കുന്നത്. നമുക്ക് വേറെ ഹാളുണ്ട്. അവിടെ നമുക്ക് വിശ്രമിക്കുകയോ ആഹാരം കഴിക്കുകയോ ഒക്കെ ചെയ്യാം. വേറെ റൂമുണ്ട്. വേറെ റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല തണലാണ്. ഒന്നാമത് അതാണ് പ്രശ്നം. വൃക്ഷങ്ങൾ ഉള്ളത് കൊണ്ട് നല്ല തണലാണ്, നല്ല കൂളാണ്, വലിയ ചൂടൊന്നുമില്ല. വളരെ സന്തോഷത്തോടെ വന്ന് പോകുന്നവർ ഒത്തിരി പേരും നല്ല അഭിപ്രായം പറഞ്ഞു പോകുന്നവരുണ്ട്, കമൻറ്റുകൾ ഇടാറുണ്ട്. അങ്ങനെയാണ് പോകുന്നു. നല്ലൊരു പാർക്കാണ്. നല്ലൊരു പാർക്ക്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പ്രത്യേക സൗകര്യം ഇരിക്കുന്നു. നമ്മൾ പ്രത്യേക സൗകര്യമുണ്ട്. അത് ചെറിയൊരു ചാർജ് നമുക്കുണ്ട്. അവർ നമ്മൾ മൈക്ക് സെറ്റും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സൗണ്ട് സിസ്റ്റം എല്ലാം ഉണ്ട്. നമ്മളെല്ലാം ചെയ്തു കൊടുക്കും. ഫുഡും കാര്യങ്ങളും എല്ലാം വേണം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? രാവിലെ എത്ര മണി വരെ? രാവിലെ നമ്മളിവിടെ 8:30-9 മണിയാകുമ്പോൾ നമ്മൾ ഓപ്പൺ ആകും. വൈകിട്ട് എത്ര മണി? വൈകിട്ട് 7:30-8 മണി വരെ ആണ് നമ്മൾ. രാത്രി ലൈറ്റും മറ്റു കാര്യങ്ങളും ലൈറ്റും എല്ലാം നല്ല ലൈറ്റുണ്ട്. എല്ലായിടത്തും നല്ല ലൈറ്റുണ്ട്. നല്ല വെട്ടമാണ്, ഒന്നും പേടിക്കാനില്ല. നല്ല സ്ട്രീറ്റ് ലൈറ്റൊക്കെ എല്ലാം ഉണ്ട്. അപ്പം ഒരു ജൈവ വൈവിധ്യ അല്ലേ, ഒരു പ്രകൃതി സംരക്ഷണ ഒരു പാർക്ക് അല്ലേ? അതെ. അതാണ് ഈ ഒരു പാർക്കിന്റെ ഒരു പ്രത്യേകത. അതെ.